ഗാഥ റൂമിലാണോ? അതെ. സിത്താരെ, ഒന്നോർക്കണം, വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അവരുടെ ജീവിതം ഇപ്പോഴും തുലാസിൽ തന്നെയാ. അവനൊരാണല്ലേ. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഞാൻ വകവെച്ച് തരില്ല. തെറ്റും ശരിയും അതാര് ചെയ്താലും തിരിച്ചറിയണം. എത്രയോ നല്ല നിമിഷങ്ങൾ ഗാഥ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ അറിയാതെ പറ്റിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. അവിടെയാണ് ഞാനും ഗാഥയും തമ്മിലുള്ള പ്രശ്നം. കീർത്തിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാം പറഞ്ഞു തീർക്കണം. എന്താ വന്നേ? എന്നെ അന്വേഷിച്ച് വരേണ്ട കാര്യം എന്താ? ഐ എം സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തിന് തന്നെ ഞാൻ തല്ലിപ്പോയി. ഐ എം റിയലി സോറി. ഇത് പറയാനാണോ ഇത്രയും ദൂരം വന്നത്? സോറി പറയണം, എന്നിട്ട് തന്നെയും കൂട്ടി കളരിക്കലേക്ക് പോകണം. അമ്മയുണ്ട് താഴെ. ആര് വന്നാലും ശരി, തിരിച്ച് കളരിക്കലേക്ക് ഞാൻ പോരണമെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താ? നിർമ്മല, ഉദയൻ, കീർത്തി, ഇവര് 3 പേരും ഇനി കളരിക്കലുണ്ടാവാൻ പാടില്ല. അവരവിടെ ഉണ്ടെങ്കിൽ ഞാനിനി അങ്ങോട്ടേക്ക് വരില്ല. ഗാഥ, വിവാഹം കഴിഞ്ഞു വന്ന അന്ന് മുതൽ തന്നെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ മുത്തശ്ശിയെ ബഹുമാനിക്കുന്നുണ്ട്. അമ്മായി മുത്തശ്ശിയുടെ മോളല്ലേ? ഈ പറഞ്ഞ മകളെ തന്നെ മുത്തശ്ശി പല തവണ ഇറക്കി വിട്ടിട്ടില്ലേ? എന്നിട്ട് തിരിച്ചു കയറിയതല്ലേ ആ നാശങ്ങള്? ഗാഥ, മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മായിക്കും ഒരേ സ്ഥാനമല്ലേ മനസ്സിലുണ്ടാവുക. കീർത്തിക്ക് എൻ്റെ സ്ഥാനമല്ലേ മുത്തശ്ശിയുടെ മനസ്സിൽ? ഓ, ഇപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കീർത്തിക്കാണ് അല്ലേ? മുത്തശ്ശി അമ്മായിയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഇറക്കി വിടാനൊരു മടി. ഗാഥ, സ്റ്റോപ്പ് ഇറ്റ്. ഞാനും കീർത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയല്ലേ? നവീൻ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കളരിക്കൽ വീട്ടിൽ ഉണ്ടാവണമെന്ന് നവീൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ 3 പേരെയും അവിടുന്ന് പുറത്താക്കിയിരിക്കണം. ഇത് ഗാഥാ ശ്രീനിവാസന്റെ തീരുമാനമാണ്. ഒരു തീരുമാനം എടുത്താൽ അത് നടത്താൻ അറിയാവുന്ന ഗാഥാ ശ്രീനിവാസന്റെ. തനിക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ആ വാശിനെ നടക്കട്ടെ.